ഹലോ കൂട്ടുകാരെ, നമുക്കൊരു 4 മണി പലഹാരം ഒരു സ്നാക്സ് തയ്യാറാക്കാം. അതിനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് അരിപ്പൊടിയാണ്. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ഏത്തപ്പഴം, ശർക്കര പാനിയാക്കിയത്, തേങ്ങ. ആദ്യം നമ്മൾ ശർക്കര പാനിയാക്കി. ആ ശർക്കര പാനിയാക്കി നമ്മൾ മാറ്റി വെച്ചു. എന്നിട്ടൊരു പാൻ ചൂടാക്കി അതിലേക്ക് അല്പം നെയ്യ് ഒഴിച്ചതിന് ശേഷം, നെയ്യ് പറ്റതിന് ശേഷം ഇതാണ് നെയ്യ്. ഇതിൽ നിന്ന് അല്പം നെയ്യ് നമ്മൾ ഒരു സ്പൂണോളം നെയ്യ് നമ്മൾ നെയ്യ് ഒഴിച്ചതിന് ശേഷം നമ്മൾ ഈ ഏത്തപ്പഴം, ഞാനൊരു 2 ഏത്തപ്പഴം, സാമാന്യ വലിപ്പമുള്ള 2 ഏത്തപ്പഴം ആ നെയ്യിലേക്ക് ഇട്ടൊന്ന് വഴറ്റിയെടുത്തു. ഒപ്പം തന്നെ ഒരു അരമുറിയോളം തേങ്ങ ചിരണ്ടിയെടുത്തു. പഴവും തേങ്ങയും കൂടെ ഈ നെയ്യിൽ നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുത്ത് ആ സമയം നമ്മൾ ഒരു 50 ഗ്രാമോളം ശർക്കര നമ്മൾ പാനിയാക്കിയിരുന്നു. ആ പാനിയാക്കി അല്പം ഇത് വളർന്നു വന്നപ്പോഴത്തേക്കും പാനിയാക്കി വെച്ചിട്ടുള്ള ശർക്കര ഞാൻ ഈ പഴത്തിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് കുറച്ചായിട്ട് ഈ അരിപ്പൊടിയിലേക്ക് ഈ വഴറ്റിയെടുത്തിട്ടുള്ള പഴവും തേങ്ങയും ശർക്കര പാനിയും നമുക്ക് ചേർത്ത് കൊടുക്കാം. വളരെ എളുപ്പം നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ഏത്തപ്പഴമൊക്കെ തിന്നാൻ മടിയുള്ള കുട്ടികൾക്ക് നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി കൊടുക്കാവുന്ന ഒരു സ്നാക്സാണ്. 4 മണി പലഹാരമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇതാണ്. അപ്പം അതിന് ചെറിയ ചൂടുണ്ട്. അപ്പം നമ്മൾ ഈ അരിപ്പൊടി, ഈ പഴവും ശർക്കര പാനിയുടെ ചെറിയൊരു വെള്ളത്തിൻ്റെ ഒരു അംശമുണ്ട്. അപ്പം നന്നായിട്ട് നമ്മൾ ഇതങ്ങോട്ട് അരിപ്പൊടി കുഴച്ച് കൊടുക്കുമ്പോഴത്തേക്കും ഇതിലുള്ള വെള്ളം മതി. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ വെള്ളം ചേർക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. നമുക്കിതുകൊണ്ട് ഈ അരിപ്പൊടി നന്നായിട്ട് കുഴച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് നമ്മളെടുത്തിട്ടുള്ള അരിപ്പൊടി എടുത്തു. പിന്നെ നമ്മളെടുത്ത ഏത്തപ്പഴവും തേങ്ങയും. ഏത്തപ്പഴം നടുവേ കീറിയിട്ട് 4ആയിട്ട് അരിഞ്ഞെടുത്തു. ഒരു അരമുറിക്ക് താഴെ തേങ്ങയും ചിരണ്ടിയെടുത്തു. അത് രണ്ടും നമ്മൾ ഈ പാനിൽ അല്പം നെയ്യ് പറ്റിയതിന് ശേഷം നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുത്തു. അപ്പോൾ നമ്മൾ മധുരത്തിന് ആവശ്യത്തിനുള്ള ശർക്കര പാനിയാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളെല്ലാം ശർക്കര പാനിയാക്കി വെപ്പിക്കുന്നത്. കാരണം മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ഈ